ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന സന്ദേശം നൽകി കൊല്ലം ലോക്സഭ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം മുകേഷ് എം.എൽ.എ. അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് ആർട്സ് ഫെസ്റ്റിവൽ ഉദ്ഘാടന വേദിയിൽ അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത അനുഭവകഥ പങ്കുവയ്ക്കുകയായിരുന്നു എം.എൽ.എ. ഒരു കണ്ടാലറിയാം ചെറുപ്പക്കാരനാണ്, ഒരു വിദ്യാർത്ഥിയാണ്, പക്ഷേ വലിയ താടി വെച്ചിരിക്കുന്നു, മീശയും ഒക്കെയുണ്ട്, ആർട്ടിഫിഷ്യലായിട്ട് മേക്കപ്പ് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നു. രാവിലെ 11 മണിക്ക്, വൈകുന്നേരമാണ് നാടക മത്സരം. അപ്പം ഞാൻ എൻ്റെ കൂടെ വന്ന ആളുടെ അടുത്ത് പറഞ്ഞു, ഇത് കണ്ടോ, എന്തോ ഒരു അസ്വാഭാവികത ഉണ്ടല്ലോ അതിനകത്ത്. ഇയാൾ ഈ 11 മണിക്ക് രാവിലെ ഈ താടിയും ഇങ്ങനെ മീശയൊക്കെ വെച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന എന്താണ്? കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അയാളെ വിളിച്ചു. അപ്പോൾ പുള്ളി എല്ലാവരെയും നമസ്കാരം, ഹലോ എന്നൊക്കെ പറയുന്നുണ്ട്, കൂട്ടുകാരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ ഒരു പരിപാടി, വേറെ എന്തെങ്കിലും മത്സരമുണ്ടോ? ഇല്ല, നാടക മത്സരത്തിന് വന്നത്. അപ്പോൾ നാടക മത്സരത്തിന് അത് വൈകുന്നേരമല്ലേ, അല്ല രാവിലെയെങ്കിലും മേക്കപ്പ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, രാവിലെ ഈ താടിയും മീശയൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുകയാണോ? അപ്പം ഞങ്ങൾക്ക് അവരെ ഒരു എന്താ പറയുന്നത്, മനസ്സുകൊണ്ടൊന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഈ ഏതെങ്കിലും റിമോട്ട് സ്ഥലത്തുനിന്ന് വന്നതായിരിക്കും. അപ്പം ഞാൻ ചോദിച്ചു, എവിടെയാണ്, ഏത് കോളേജാണ്? അപ്പോൾ പറഞ്ഞു, വളരെ അഭിമാനത്തോടെ പറഞ്ഞു, അഞ്ചൽ സെൻറ്റ് ജോൺസ്. ഇങ്ങനെ നാടക മത്സരം കഴിഞ്ഞ് എല്ലാവർക്കും വലിയ തമാശയായിരുന്നു. അഞ്ചൽ സെൻറ്റ് ജോൺസ് നാടക മത്സരം കഴിഞ്ഞ് രാത്രിയിൽ അനൗൺസ് ചെയ്തു, റിസൾട്ട് അനൗൺസ് ചെയ്തു. ഏറ്റവും നല്ല നാടകം സൈക്കോ അഞ്ചൽ സെൻറ്റ് ജോൺസ്. ഞെട്ടിപ്പോയി നമ്മൾ. ഏറ്റവും നല്ല നടൻ, ആ പയ്യൻ്റെ പേര്, പ്രധാന വേഷം അഭിനയിച്ച ആളുടെ പേര് അഞ്ചൽ സെൻറ്റ് ജോൺസ്. അപ്പോൾ അന്നാണ് ഞങ്ങൾ, എന്നെപ്പോലുള്ള ഒരുപാട് പേര് ഒരു വലിയ സത്യം മനസ്സിലാക്കിയത്, ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ജീവിതത്തിലും രാഷ്ട്രീയത്തിലും കലാരംഗത്തും ആരെയും അണ്ടർ എസ്റ്റിമേറ്റ്, അതായത് അളക്കരുതെന്ന ഗുണപാഠം പകരുകയായിരുന്നു എം മുകേഷ് എം.എൽ.എ. മിമിക്രിക്ക് കേരള സർവകലാശാല യുവജനോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ സംഭവവും സ്റ്റോറി ടെല്ലറായ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം മുകേഷ് എം.എൽ.എ. വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു. കൈരളി ന്യൂസ്, കൊല്ലം.